പലപ്പോഴും ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട് സിനിമയിൽ നിന്ന്. നല്ല പൊച്ചത്തെറി കേട്ടിട്ടുണ്ട്. അതൊരു അത്ഭുതമല്ലോ, പെണ്ണുങ്ങൾ അങ്ങനെ തെറി വിളിക്കുക. അതും സാൻഡ്രനെ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറയുന്ന സമയത്ത് എന്നോട് ചോദിക്കും സാൻഡ്രനെ വിളിക്കുമോ. വിളിച്ചിട്ടുണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചത് ഒരു ആക്ടറാണ്. എനിക്ക് പടം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അവിടെ വെച്ച് പടം നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. പടം ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഒരു സോങ്ങിന്റെ പോർഷന് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം വരാൻ സൗകര്യമില്ലാന്ന്. അതേ ആക്ടറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് അത് അന്ന് ഷൂട്ട് ചെയ്യാതെ മാറ്റി വെച്ചത്. അന്ന് ഒരു മൂഡില്ല എന്ന് പറഞ്ഞ് ഓക്കെ നമുക്ക് എന്നാ പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു സോങ് ആണ്. അപ്പൊ ആ സോങ്ങിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് എല്ലാം ലൊക്കേഷൻ ഫിക്സ് ചെയ്തു, പൈസ കൊടുത്തു. ഫുൾ ക്രൂ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നു. രജപുത്രയുടെ യൂണിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാം തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ എല്ലാം എറണാകുളത്ത് വന്ന് എല്ലാരും വന്നു കഴിഞ്ഞ് രാത്രിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറയാം നാളെ എനിക്ക് ചെയ്യാൻ മൂടില്ല. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ, നാളെ വന്നേ പറ്റുള്ളൂ, നമ്മള് ലൊക്കേഷൻ വരെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തെറിയാ, എനിക്ക് സൗകര്യമില്ലടി എന്ന് പറഞ്ഞോണ്ടാ പറയണേ, ഡാഷ് തെറി. അപ്പൊ ഞാൻ ആകെ സ്റ്റക്കായി. ഞാൻ പറഞ്ഞു എങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് എനിക്ക് ഈ പടം മുഴുവൻ ഞാൻ ചെയ്തില്ലേലും എനിക്ക് പ്രശ്നമില്ല, ആ പൈസ മുഴുവൻ പൊക്കോട്ടെ, എന്നോട് മാപ്പ് പറയാതെ ഇനി മുന്നോട്ട് പോകത്തില്ല. മാത്രമല്ല ഈ പടം ഞാൻ ചിലപ്പോ ഇറക്കും, നിങ്ങളില്ലാതെ ഞാൻ ഇറക്കും, ഒരു പ്രൊമോഷനും വേണ്ട, ഒന്നും വേണ്ട, ആളും വരണ്ടെന്ന് പറഞ്ഞു. സാധനം കാലിൽ വന്ന് വീണു. ലിറ്ററലി എന്നോട് സോറി മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ മുന്നോട്ട് പോയുള്ളൂ. ഇങ്ങനെ നമ്മൾ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇത് എന്റെ അടുത്ത പടത്തിലായിരിക്കും എനിക്കത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇതെങ്ങനെ ഒരാള് നമ്മളൊക്കെ ഇങ്ങനെ തെറി വിളിക്കുന്നേ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലോ നമ്മൾ ഒരാള് തെറി നമ്മളെ പറയും എന്നുള്ളതൊക്കെ. നമ്മളിപ്പോ ഒരു ക്ലോസ് ഫാമിലി സർക്കിളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ചെയ്യാം. ഇതൊരു പ്രൊഫഷനില് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതില് നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. ഭയങ്കര തിക്താനുഭവങ്ങൾ ഒത്തിരി. എന്ത് തിക്താനാണെങ്കിലും സ്ഫുടം ചെയ്ത് ഈ ലെവലിൽ എത്തിയില്ല, അതൊരു വലിയ കാര്യമില്ല. എന്തായാലും ഇത്രയും സംസാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ തമ്മിൽ അടുത്ത് ഇപ്പോഴാണ് സംസാരിക്കുന്നതെന്നാണ്. അപ്പൊ ഒരു നല്ല വിൽ പവർ ഉണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതുണ്ട്. പക്ഷെ ഞാൻ പറയില്ല ഞാൻ ബോൾഡ് ആണ്, അതുപോലെ തന്നെ ഞാൻ ബ്യൂട്ടിഫുൾ വീക്കാണ് ഞാൻ. അത് പറയുന്നോണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ എന്നോട് പപ്പ പറയും നീ നല്ലോണം കരഞ്ഞു, നീ കരഞ്ഞു കഴിഞ്ഞാൽ നീ സ്ട്രോങ് ആവാനാ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ഇതാണ്. നമ്മൾ ഒരുപാട് ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. നിസ്സാര കാര്യങ്ങൾക്ക് സങ്കടം വരും, അപ്സെറ്റ് ആവും. പക്ഷെ ഇതൊക്കെ 2 മിനിറ്റ് കൊണ്ട് റിക്കവർ ചെയ്യും. അത് കരയും തോറും നമ്മൾ കൂടുതൽ പവർഫുൾ ആവുക ചെയ്യും. നമ്മൾ കരഞ്ഞു തീർത്തു, ആ പ്രശ്നം അവിടെ തീർന്നു. നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയി, നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരും. ആ സമയം കരയാതിരിക്കുന്നവരാണ് ശരിക്കും വീക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കരയും തോറും നമ്മൾ സ്ട്രോങ് ആവുക ചെയ്യാം. ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. എനിക്ക് പലപ്പോഴും സിനിമയിലൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല ഇതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങ് കരയും. ഞാൻ കരയുമ്പോ എന്റെ അടുത്ത് അവർക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവരെന്നെ കാണുന്നത് ഓക്കെ സാൻഡ്ര തോമസ് ദി പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിസ്സാര കാര്യത്തിൽ ഇരുന്ന് കരയുന്നു എന്ന് പറയുമ്പോ ഈ സാൻഡ്ര ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കരയും. ഞാൻ കരഞ്ഞാൽ എന്റെ പ്രശ്നം ഇല്ല, അതൊരിക്കലും കരയില്ല. അപ്പൊ നെഗോഷിയേറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് പറ്റാത്തൊരു എമൗണ്ട് ആണെങ്കിൽ നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്യും വേറെ.